നമ്മുടെ റേസിസത്തെക്കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകിയ സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങൾ കമൻറ്റുകളായിട്ട് അവർക്കുണ്ടായ വളരെ മോശം റേസിസ്റ്റ് അനുഭവങ്ങൾ പലയിടങ്ങളിൽ നിന്നായി യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ അറിയിക്കുകയും അതുപോലെ തന്നെ സഹായ അഭ്യർത്ഥനകളുമായിട്ട് നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലും ജർമ്മനിയിൽ വെച്ചുണ്ടായാൽ അത് അത്തരത്തിലുള്ള കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാം എന്ന രീതിയിൽ പോലും നമ്മുടെ പല ആളുകളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് വന്ന ആളുകളോടെല്ലാം ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമ്മൾ ഇനിയെങ്കിലും നമുക്ക് കൃത്യമായ ഒരു അവബോധവും എന്താണ് റേസിസം എന്ന അറിവും അതിനെതിരെയുള്ള നിയമങ്ങൾ ജർമ്മനിയിൽ എന്തൊക്കെയാണെന്നുള്ളതും അറിഞ്ഞ് അതൊക്കെ മുന്നോട്ട് പോകാൻ ഇടവരട്ടെ. നമുക്കുണ്ടായ അനുഭവങ്ങൾ പൂർണ്ണമായിട്ടൊന്നും ഇവിടെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ആളുകൾ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഇന്നയാളാണെന്ന് നിങ്ങളെങ്ങനെ നിങ്ങൾ അറിഞ്ഞത് എന്ന രീതിയിലൊക്കെ. അതൊക്കെ വീഡിയോയിൽ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ പൂർണ്ണമായി കാണാതെ തമ്പനയിലും ടൈറ്റിലും മാത്രം കണ്ടുകൊണ്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം മുൻവിധികളോടുകൂടി എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ നമ്മൾ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മുടെ മലയാളികളായ ചില ആളുകൾ വളരെ ഈ വിഷയത്തെക്കുറിച്ച് ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട്, എന്താണ് റേസിസം എന്ന് മനസ്സിലാക്കാനുള്ള ധാരണയില്ലാത്തതുകൊണ്ട് ഈ റേസിസം എന്ന വാക്ക് കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ക്ലിക്ക് ബൈറ്റുകൾ കിട്ടുന്നു എന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം ചില ആളുകൾ റേസിസം എന്ന് തെറ്റിദ്ധരിച്ച് ചില കാര്യങ്ങൾ കൊണ്ടുവരികയും അങ്ങനെയുള്ള വളരെ വിചിത്രമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. പക്ഷെ അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെന്താ മറ്റാളുകൾക്ക് ഉണ്ടാകുന്നില്ലേ, നിങ്ങൾക്ക് മാത്രമാണോ, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള ചില കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അതിനൊക്കെ നന്ദി. അപ്പം ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മലയാളി ജർമ്മനിയിൽ ഒരു യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമൊക്കെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ആദ്യം നമുക്ക് കാണാം. Get from people, especially people who are in the process of migrating to Germany, is that how racist Germany is. I have been living in Germany for around 7 years now, and I can already tell you that it is not as bad as you might think. Of course, I also have faced some kind of racism in Germany. Once an old man yelled at me and my friend for speaking in our mother tongue, Malayalam, in a restaurant. He was saying that if you're in Germany, you must speak in German. In another instance, one of my colleagues passed a comment on me saying, you should not show your Indian way of working in Germany. But I did not let these incidents break me or silence me. At the first instance, I simply ignored the old man and continued the conversation with my friend. And at the second instance, I immediately stood up for myself and my dignity, and I made my colleague apologize to me for that comment. However, this is not so common, and from what I have seen so far, there are so many good... അപ്പം കേട്ടല്ലോ, അതായത് മലയാളത്തിൽ ഒരു സുഹൃത്തുമായി സംസാരിച്ചതിന് ഒരു പ്രായമുള്ള ഒരു ജർമ്മൻകാരൻ വളരെ ഒച്ചത്തിൽ അലറി വിളിച്ച് നിങ്ങൾ ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻ സംസാരിക്കണം എന്ന് പറയുകയും, അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് നിങ്ങൾ ഇന്ത്യൻ വേയിൽ ഇവിടെ വർക്ക് ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഒരു കൊളീഗ് പറഞ്ഞപ്പോൾ അതിനെ കൃത്യമായി നേരിടുകയും അവസാനം ആ കൊളീഗ് അദ്ദേഹത്തോട് മാപ്പ് പറയുകയും ചെയ്തു എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ചില കുത്തിത്തിരിപ്പ് കമൻറ്റുകൾക്കുള്ള മറുപടി ആയിട്ട് ഇത് പ്രതീക്ഷിക്കുക. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക്. മലയാളത്തിലെ വളരെ പ്രശസ്തനായ, അതിപ്രശസ്തൻ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു ട്രാവൽ ബ്ലോഗർ, അയാളുടെ യൂറോപ്യൻ സഞ്ചാരവുമായി, ഇപ്പോൾ ബാക്ക് പാക്കർമാരുടെ കാലമാണല്ലോ, അപ്പം അത്തരത്തിലുള്ള പല വിശേഷങ്ങളും നമ്മളിപ്പോൾ അറിയുന്നുണ്ട്. ചില ആളുകൾ അമേരിക്കയിൽ പോകുന്നു, എന്നിട്ട് ചില വീടുകളിലൊക്കെ നിൽക്കുന്നു, അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ, വളരെ വികാരഭരിതമായ വീഡിയോകൾ അവർ ഇറക്കി വിട്ടു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ വരുന്നു. ഞാൻ അത്തരം വ്യക്തിപരമായ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇതിലൊക്കെയുള്ള ഒരു പൊതു സ്വഭാവം, അതുപോലെ തന്നെ അവരുടെ തന്നെ സുഹൃത്തായ മറ്റൊരു ബ്ലോഗർ ഇസ്രയേലിൽ പോയപ്പോൾ എയർപോർട്ടിൽ ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചുള്ള വീഡിയോ, അപ്പം അതിനെ ഗണ്ണിച്ചുകൊണ്ട് പിന്നീട് ആരിഫ് ഹുസൈൻ ഇസ്രയേലിൽ പോയിട്ടിരിക്കുന്ന വീഡിയോ, ഇങ്ങനെ ഈ ട്രാവൽ വ്ളോഗ് രംഗം മലയാളത്തിൽ കൊഴുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ കൊഴുത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഇതിനകത്തു നിന്നൊക്കെ നമ്മൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ
ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്, നമ്മളെന്തായാലും ഈ ഭൂമി അവസാനിക്കുന്നത് വരെയൊന്നും ജീവിച്ചിരിക്കാനൊന്നും പോകുന്നില്ല. നമുക്കാകെയുള്ള ഒരു കുഞ്ഞു ജീവിതമാണ്. ഈ കുഞ്ഞു ജീവിതത്തിൽ നമ്മളുടെ ഇത്രയും വലിയ ഈ ഭൂമി എന്ന് പറയുന്ന സാധനത്തിൽ വ്യത്യസ്ത വ്യത്യസ്ത മത, ജാതി, നിറ, ഭാഷ, അതുപോലെ തന്നെ ഭക്ഷണ, അതുപോലെ തന്നെ ഈ ടെറൈൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക, ആളുകളുടെ സംസ്കാരങ്ങളൊക്കെ കാണുക, അതിൽ നിന്നൊക്കെ എന്തെങ്കിലും പഠിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു യാത്രയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മൾ യാത്ര പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ അത്തരം അനുഭവങ്ങളിലൂടെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളുടെ മുന്നോട്ട് പോക്കിന്, നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മളെ ഈ കുണ്ടിൽ കിടക്കുന്ന തവളകളെ പോലെ ആവാതെ ലോകം വളരെ വിശാലമായതാണെന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങളും എല്ലാം കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണെന്നും ഒക്കെയുള്ള അറിവിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ചെറുതാവുക എന്ന് പറയുന്നത് നല്ലൊരർത്ഥത്തിൽ. നമ്മൾ ഒരു ഈ ഇത്രയും വലിയ ഒരു ഭാഗ്യമാണല്ലോ നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനല്ല എന്നുള്ള ഒരു അങ്ങനെയൊക്കെയുള്ള ഒരു കുഞ്ഞറിവൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു യാത്രയിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ വ്ളോഗർമാരിൽ പലരും അവർ വിചാരിച്ച് വെച്ചിരിക്കുന്ന അവരുടെ സോഷ്യൽ കണ്ടീഷനിങ്ങിലൂടെയൊക്കെ കിട്ടിയിരിക്കുന്ന ചില അറിവുകൾ, അതുപോലെ തന്നെ മലയാളി ആയിട്ടുള്ള ചില ബോധ്യങ്ങൾ, ഇതുമായി ഒരിടത്ത് ചെല്ലുകയും കേരളത്തെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അതവിടെ പ്രൊജക്റ്റ് ചെയ്യുക, അവരുടേതായ ആശയങ്ങളും സാധനങ്ങളും അവിടെ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അവിടുത്തെ യാതൊരു തരത്തിലുള്ള സാംസ്കാരികമോ രാഷ്ട്രീയമോ നിയമമോ ഇതൊന്നും തപ്പുകയോ ഒന്നും വായിക്കുകയോ ഒരു അക്ഷരം പോലും വായിക്കുകയില്ല. എന്നിട്ട് അവിടെ പോയി എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കലാപരിപാടിയായി മാറിയിരിക്കുന്നത്. ഒട്ടും ആഴമില്ലാത്ത തരത്തിലുള്ള ട്രാവൽ വ്ലോഗിങ് ആണ് ഇപ്പോൾ ഒരു കലാപരിപാടിയായി മാറി നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരു രീതിയായിട്ടാണ് എനിക്ക് ഈ ഒരു വ്ളോഗിൽ മനസ്സിലായത്. അതായത് ഒരു മനുഷ്യൻ ജർമ്മനിയിൽ വരുന്നു, അദ്ദേഹം ഒരു ട്രാവലറാണ്, അയാൾ ഓടിക്കയറുന്നു. നമുക്ക് ആ വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് കാണാം. നിങ്ങളോട് സംസാരിക്കുന്നതിന് വളരെ പതുക്കെ സംസാരിക്കുന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ബഹളം കേൾക്കത്തില്ലേ? കേൾക്കത്തില്ലേ? ഞാൻ ഒരു ഫോണിൽ സംസാരിച്ചു. ഞാൻ ഫോൺ എടുത്തു. ഞാൻ ഒരു ഫ്യൂ സെക്കൻഡ്സ്, 10 സെക്കൻഡ് ഞാൻ പറഞ്ഞു ട്രെയിനിലാണ്, ഞാൻ ഇപ്പം എത്തും എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് എൻ്റെ പുറകെ ഇരിക്കുന്ന ആൾക്കാർ ഈ സൈഡിൽ കൂടെ എന്നോട് തോന്നിയിട്ട് ഇത് ക്വയറ്റ് സോണാണല്ലോ, അതെന്ന് വെച്ചാൽ ഇത് ക്വയറ്റ് സോണാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ ബാക്കിയുള്ളവരിൽ ബഹളം ഉണ്ടാക്കുന്ന എനിക്കൊരു പ്രശ്നമില്ല, ഞാനിപ്പം ഒരു 10 സെക്കൻഡ് വേണ്ടിയാണ് നിങ്ങളുടെ പ്രശ്നം ചോദിച്ചു. ഇത് മിണ്ടാൻ പാടില്ല സ്ഥലമാണ്. ഞാൻ പറഞ്ഞു അപ്പോൾ അപ്പുറത്ത് പിള്ളേരിന്ന് ബാളം ഉണ്ടാക്കുന്ന എനിക്ക് പ്രശ്നമില്ല, അവിടെ ആൾക്കാരിരുന്ന് അപ്പുറം വേറൊരുത്തരുന്ന് ഫോണിൽ സംസാരിക്കുന്നു, അപ്പുറത്ത് വേറൊരുത്തരുന്ന് ഫോണിൽ സംസാരിക്കുന്നു, എൻ്റെ പുറകെ ഇരിക്കുന്നവർക്ക് മാത്രം പ്രശ്നം. കടി, ഇതിനെയാണ് കടി എന്ന് പറയുന്നത്. അതായത് ഞാൻ ഇവിടുത്തുകാരനല്ലല്ലോ, ഞാൻ ഇന്ത്യക്കാരനല്ലേ, അതിൻ്റെ മെച്ചം. അല്ലെങ്കിൽ ഞാൻ വേറെ നാട്ടുകാരനല്ലേ, നമ്മളെയൊക്കെ ഇവർ ഇപ്പോഴും അടിമകളെ പോലെയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഒറ്റ ഉദാഹരണമാണ്. എനിക്ക് പല സ്ഥലത്തും ഫീൽ ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും. ഇതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് മാത്രം ഞാൻ യോജിക്കുന്നു. നമ്മളെ പലയിടത്തും അദ്ദേഹത്തിന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ അടിമകളെ പോലെയാണ് ഇവർ ഇപ്പോഴും കാണുന്നത്. ഇവർ എന്ന് പറയുന്നത് ഒരു വിശാലമായ ഒരു അർത്ഥത്തിലെടുത്ത് കുറേ ആളുകൾ നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. കുറേ ആളുകൾക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു ധാരണയും നമ്മളോടുള്ള പെരുമാറ്റത്തിലൊക്കെ അത്തരത്തിലുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ക്വയറ്റ് സോൺ എന്താണെന്ന് അറിയാതെ ഇത്രയും വലിയ ട്രാവൽ ബ്ലോഗർ ഒരു ട്രെയിനിൽ കയറി യാത്ര ചെയ്യുന്നിടത്തെയാണ് നമ്മൾ ഇതിനകത്ത് വളരെ വിചിത്രമായി കാണുന്നത്. അതായത് ക്വയറ്റ് സോൺ എന്ന് പറയുന്നത് ജർമ്മനിയിൽ മാത്രമല്ല, അത് ഓസ്ട്രിയയിലുണ്ട്, ജപ്പാനിലുണ്ട്, പല രാജ്യങ്ങളിലുമുണ്ട്. പക്ഷേ ജർമ്മനിയിലെ ക്വയറ്റ് സോൺ കുറച്ചുകൂടി ജർമ്മനിയിലെയും ഓസ്ട്രിയയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലും ജർമ്മനിയിലെ ഡോയ്ച്ചെ ബാനിലും ഈ സംവിധാനം, അത് ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും എല്ലാം നമുക്ക് ക്വയറ്റ് സോൺ ബുക്ക് ചെയ്തിട്ട് പോവാം. ഞാൻ ക്വയറ്റ് സോണിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ക്വയറ്റ് സോണിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളതിന് ക്വയറ്റ് സോൺ സെലക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ നമ്മൾ വലിയ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലാത്ത കമ്പാർട്ട്മെൻറ്റിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ ഈ ഒച്ചത്തിൽ ആളുകൾ സംസാരിക്കുന്നതും അതും ഒക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ട് വരും. പിന്നെ ചില ആളുകൾ, നിങ്ങൾക്കറിയാം, ജർമ്മനിയിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം, പുസ്തകം യാത്രയിൽ, ഒരു ട്രെയിൻ യാത്രയിൽ, ഒരു കുഞ്ഞു ട്രെയിൻ യാത്രയിൽ പോലും പുസ്തകം വായിക്കുന്ന ഒരുപാട് പേര്, ചെറുപ്പക്കാരും പ്രായമായവരും ഒക്കെ ഉണ്ട്.
വായിക്കുക എന്ന് പറയുന്ന ഒരു ശീലം നന്നായിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആളുകൾ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ സ്വസ്ഥമായിരുന്ന് വായിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എൻ്റെ യാത്രയിൽ ഉടനീളം കണ്ടിട്ടുണ്ട്. ഞാൻ ദോയ്ച്ചെ ബാങ്കിൽ സ്ഥിരമായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, ഇപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഒരു സമയത്ത് എൻ്റെ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് കുറച്ച് വ്യക്തമായിട്ട് എനിക്ക് ധാരണയുണ്ട്. ഒരു പ്രാവശ്യം ഞാനും അറിയാതെ ഈ ക്വയറ്റ് സോണിൽ കയറി എന്തോ സംസാരിച്ചപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ക്വയറ്റ് സോണാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ക്വയറ്റ് സോണിലാണ് ആയിക്കോട്ടെ. അപ്പോൾ അവിടെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് ഈ ദോയ്ച്ചെ ബാൻ്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ഈ ക്വയറ്റ് സോണുള്ള മറ്റ് ട്രെയിൻ കമ്പനികളുടെയൊക്കെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഫോറംസും എല്ലാം അതിനുവേണ്ടി ലഭ്യമാണ്. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ പുസ്തകം വായിക്കാൻ അല്ലെങ്കിൽ ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ശാന്തമായി ഇരുന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമ്മുടെ ഈ കസേരയുടെ തൊട്ട് മുമ്പിലുള്ള ഒരാൾ, ഒച്ചത്തിലല്ല എന്നാണ് വ്ളോഗർ അവകാശപ്പെടുന്നത്, പക്ഷേ ആ വ്ളോഗിൻ്റെ നമുക്കറിയാം ശബ്ദം എത്ര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹം ഒച്ചത്തിൽ തന്നെയാണ് സംസാരിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീറ്റിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ അവിടെ നമ്മൾ ക്വയറ്റ് സോണിൽ ബുക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഒരാൾ നമ്മുടെ മുന്നിലോ പുറകിലോ ഇരിക്കുന്ന ആളോടല്ലേ പറയേണ്ടത്, അല്ലാതെ അപ്പുറത്തിരിക്കുന്ന ആൾ സംസാരിക്കുന്നു അത് പറഞ്ഞില്ല എന്നുള്ളത് ഇതിനെ എങ്ങനെയാണ് ഒരു ന്യായീകരണമായിട്ട് വരുന്നത്, എനിക്കതറിയില്ല. എന്തായാലും ഇത് അദ്ദേഹം പിന്നെ ഫെൽറ്റ് റേസിസം ഓൺ എ ട്രെയിൻ ഇൻ ജർമ്മനി എന്ന് ഇംഗ്ലീഷിൽ ആണ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഇതിനെ സംബന്ധിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും കുറേ ആളുകൾ വന്ന് അദ്ദേഹത്തോട് കാര്യം വ്യക്തമായി പറയുന്നുണ്ട്, യൂറോപ്പിലൊക്കെ ജീവിക്കുന്ന ആളുകൾ. ഇപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് പറയാനുള്ളത്. ഇപ്പം ഈ ട്രാവൽ ബ്ലോഗിങ്ങും എല്ലാം നല്ലതാണ്. നമ്മൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തോട്ട് നമ്മൾ ഓടി അങ്ങ് ചെന്നും കുറച്ച് കാര്യങ്ങൾ കണ്ടു. അപ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വായി തോന്നിയതുപോലെ വിളിച്ച് പറയുന്നതിലൊന്നും എനിക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു കഥയുണ്ടെന്ന് തോന്നിയിട്ടില്ല. ഇതേ വ്ളോഗർ തന്നെ മെൽബണിൽ പോയിട്ട് അവിടെ എന്തോ ഓസ്ട്രേലിയയിലാണ്, മെൽബണിൽ തന്നെയാണെന്ന് തന്നെ എൻ്റെ ഓർമ്മ, മത്തി അട്ടിയിട്ടിരിക്കുന്നത് പോലെ എന്ന് സ്ത്രീകൾ ഈ ഇവിടെ കടലിൽ കുളിക്കാൻ വേണ്ടി പോയവർ കുളിച്ചിട്ട് തിരിച്ചു വന്ന് അവരിങ്ങനെ ഉണങ്ങാൻ വേണ്ടി കിടക്കുന്ന വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യം. അത് കുറച്ച് ഇപ്പോൾ ബിക്കിനി ഇട്ടിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ മനുഷ്യർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് ഒരു മലയാളിക്ക് വേണ്ടിയായിരിക്കും പുള്ളി ഒരുപക്ഷെ ആ മത്തി ഉണക്കാനിട്ടതുപോലെ. എന്തായാലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്ന് ആർജിച്ചെടുത്ത ചില സ്വഭാവ വിശേഷങ്ങളും നമ്മുടെ ചില ധാരണകളും തെറ്റിദ്ധാരണകളും കൊണ്ടുപോയി മറ്റുള്ള ആളുകൾക്ക് മറ്റ് പ്രദേശങ്ങളിൽ രാജ്യങ്ങളിൽ താമസിക്കുന്ന മറ്റ് സംസ്കാരങ്ങളുള്ള മനുഷ്യരുടെ മേലെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു കുഴപ്പം എന്ന് പറയുന്നത് ഇതാണ്, നമ്മളെപ്പോലെ ഇവിടെ താമസിക്കുന്ന മനുഷ്യർക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സീരിയസ് ആയ ഒരു കാര്യം പറയുമ്പോൾ, സീരിയസ് ആയ റേസിസത്തെക്കുറിച്ച് വരുമ്പോൾ ഇതുപോലെയുള്ള പൊട്ടത്തരം കൊണ്ടുവന്നിട്ട് വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ പറയുന്ന ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ അവരുടെ ലിവ്ഡ് എക്സ്പീരിയൻസസിൻ്റെ സീരിയസ്നെസ് കുറയ്ക്കാനാണ് ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾക്ക് പറ്റുള്ളൂ. അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇത് വ്യക്തിപരമായി ആ ബ്ലോഗർക്കെതിരെയുള്ള ഒരു വീഡിയോ അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആ മനുഷ്യനോട് എനിക്കൊരു വിരോധവുമില്ല. അത് നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ, അതൊന്നുമല്ല ഈ വീഡിയോയുടെ ഉദ്ദേശം. വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് ഈ മനുഷ്യനോട് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ സീരിയസ് ആയ ചില വിഷയങ്ങൾ വീഡിയോയിൽ പറയുമ്പോൾ, അങ്ങനെ റേസിസം ഉണ്ടെന്നൊക്കെ ഒരു ക്വയറ്റ് സോണിൽ യാത്ര ചെയ്തിട്ട് അതിനെ അവതരിപ്പിക്കുമ്പോൾ അതിനകത്തുള്ള ഒരു മറ്റു വശമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയൊക്കെ താമസിക്കുന്ന, അതാത് സ്ഥലങ്ങളിൽ താമസിക്കുന്ന മലയാളികൾ ലോകത്തിൻ്റെ എല്ലായിടത്തും താമസിക്കുന്നുണ്ട്. അവർ പറയുന്ന സീരിയസ് ആയ വിഷയങ്ങളുടെ ഒരു സീരിയസ്നെസ് കുറയ്ക്കാൻ വേണ്ടി ഒരു മലയാളി എന്ന രീതിയിൽ നിങ്ങളുടെ വീഡിയോകൾ കാരണമാവും എന്നതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. എന്തായാലും പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം. നന്ദി, നല്ല നമസ്കാരം.